നമ്മൾ മീഡിയൻ്റെ കാൽക്കുലേഷനായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. മീഡിയൻ്റെ കാൽക്കുലേഷനിൽ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, അവസാനം കണ്ടിന്യൂസ് സീരീസിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ക്ലാസ് ഇൻ്റർവലുകളിൽ എങ്ങനെയാണ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ക്യുമുലേറ്റീവ് സീരീസ് മോർ ദാൻ, അതായത് മോർ ദാൻ ക്യുമുലേറ്റീവ് സീരീസും ഒപ്പം തന്നെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് സീരീസിലും എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. നമുക്ക് കാൽക്കുലേറ്റ് ദ മീഡിയൻ ഫ്രം ദി ഫോളോവിങ് സീരീസ്. അപ്പോൾ മാർക്സ് നിങ്ങൾക്ക് മോർ ദാൻ എന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നത് അല്ലേ, മാർക്സ് മോർ ദാൻ. അതായത് ഇവിടെ നമുക്ക് 0, 10, 20 അങ്ങനെ കുറേ മാർക്കുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ആ മാർക്കുകൾ കിട്ടിയ സ്റ്റുഡൻസിൻ്റെ എണ്ണവും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതായത് 0ക്ക് മുകളിൽ 0യ്ക്ക് മുകളിലോ കിട്ടിയ കുട്ടികളുടെ എണ്ണം 240 അതാണ് ഇത് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അതായത് മോർ ദാൻ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് 0യോ അല്ലെങ്കിൽ 0യ്ക്ക് മുകളിലോ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം 240 അല്ലേ. അതായത് ടോട്ടൽ കുട്ടികളുടെ എണ്ണം 240 തന്നെയായിരിക്കും അല്ലേ. ഇനി 10 മോർ ദാൻ 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10ഓ അതിലധികമോ മാർക്ക് കിട്ടിയ 10 മുതൽ 80 വരെ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം അല്ലേ, അത് 215. ഇനി 20ഓ 20-ലധികമോ കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം 200. 30ഓ അല്ലെങ്കിൽ അധികമോ 30 മുതൽ 80 വരെ അല്ലേ കിട്ടിയ ടോട്ടൽ കുട്ടികളുടെ എണ്ണം 180. അപ്പോൾ ആ രീതിയിൽ മോർ ദാൻ മാർക്ക് അല്ലെങ്കിൽ മോർ ദാൻ വാല്യൂ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഫ്രീക്വൻസി ഒന്ന് മാറ്റി എഴുതിയും ഒപ്പം തന്നെ ക്ലാസ് ഇൻ്റർവലിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് 0 to 10, 0യ്ക്ക് മുകളിൽ 10 വരെ എന്ന് വെച്ചാൽ 0 to 10 ആണ് ആദ്യത്തെ ക്ലാസ് ഇൻ്റർവൽ എന്ന് മനസ്സിലാവും. പിന്നെ 10 മുതൽ 20 വരെ അടുത്ത ക്ലാസ് ഇൻ്റർവൽ, 20 മുതൽ 30 വരെ അടുത്ത ക്ലാസ് ഇൻ്റർവൽ. അങ്ങനെ നമുക്ക് ക്ലാസ് ഇൻ്റർവൽ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാം. ഇനി തന്നിരിക്കുന്ന ഈ ഫ്രീക്വൻസി, അപ്പോൾ മോർ ദാൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി 0 to 10 എത്ര മാർക്ക് കിട്ടിയ പിള്ളേരുണ്ടാവും? 25 പിള്ളേരായിരിക്കും ഉണ്ടായിരിക അല്ലേ. 25 സ്റ്റുഡൻസ് ആയിരിക്കും 0 to 10 മാർക്ക് കിട്ടിയ, അതായത് 0 മുതൽ 10 വരെ മാർക്ക് കിട്ടിയ 25 കുട്ടികളുണ്ടാവും. അതെങ്ങനെയാണ് കിട്ടിയതെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് 0യ്ക്ക് മുകളിൽ 240 പേരെന്ന് പറഞ്ഞല്ലേ, 10ന് മുകളിൽ 215 പേരാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 0 to 10 വരെ കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 240-നും 215-നും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും അല്ലേ. മൊത്തം 0ന് മുകളിൽ 240 മാർക്ക് കിട്ടിയ പിള്ളേരുണ്ട്, 10ന് മുകളിലേക്ക് 215 മാർക്ക് കിട്ടിയ പിള്ളേരുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 240 മൈനസ് 215 ആയിരിക്കും നമുക്ക് ഈ ഒരു ഫ്രീക്വൻസി. അതായത് 0 to 10 0 മുതൽ 10 മാർക്ക് വരെ കിട്ടിയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 25 ആയിരിക്കും അല്ലേ. അടുത്തത് നമുക്ക് 10 to 20 മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം 215 മൈനസ് 200 ആയിരിക്കും, 215 മൈനസ് 200. അടുത്തത് 200 മൈനസ് 180 ആയിരിക്കും, പിന്നെ 180 മൈനസ് 165 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് മോർ ദാൻ മാർക്കാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, മോർ ദാൻ വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന 240-ൽ നിന്ന് 215 കുറച്ചു അല്ലേ, പിന്നെ 215 200 കുറച്ച്, അത് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്രീക്വൻസി വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതാം അല്ലേ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാനിത് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. മോർ ദാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത്. ഈച്ച് നമ്പർ ടെൽസ് us ഹൗ മെനി സ്റ്റുഡൻസ് സ്കോർഡ് മോർ ദാൻ ഓർ ഈക്വൽ ടു എ സർട്ടൻ മാർക്ക്. ഒരു മാർക്കിന് തുല്യമായ ഒരു നിശ്ചിത മാർക്കിനോ ഒപ്പമോ തുല്യമായോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ മാർക്ക് നേടിയ കുട്ടികളുടെ എണ്ണമാണ് മോർ ദാൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അതായത് മോർ ദാൻ 10 എന്ന് വെച്ചാൽ 215 സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ 215 സ്റ്റുഡൻസ് നമുക്ക് ഈ ഒരു 10 മാർക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്കോ നേടിയിട്ടുണ്ടല്ലേ. അപ്പോൾ ആ രീതിയിലാണ് നമ്മളതിനെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫ്രീക്വൻസി നമ്മൾ എഴുതി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നു. അതിനുശേഷം സാധാരണ പോലെ ഇനി നമുക്ക് n/2 അല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മൾ 240 കിട്ടി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ലാസ്റ്റ് വരുന്ന ഐറ്റമാണ്, അല്ലെങ്കിൽ ഫ്രീക്വൻസിയിൽ അവിടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 240 അല്ലേ. ഈ പറഞ്ഞിരിക്കുന്ന ഫ്രീക്വൻസിയിൽ അവിടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 240. അപ്പോൾ 240 എന്ന് പറയുന്നത് n ആണ്. അപ്പോൾ n/2 നമുക്ക് m കണ്ടുപിടിക്കണം. n/2 240/2 120ാമത്തെ ഐറ്റം. 120 ഇവിടെ ഇല്ല, 125 125 നമ്മൾ റൗണ്ട് ചെയ്തു. അതിൻ്റെ ഇപ്പുറത്തേക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് ഇൻ്റർവൽ മീഡിയൻ ക്ലാസ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തു അല്ലേ. 50ഉം 60ഉം അല്ലേ. ഇത് L1 ഇത് L2 അല്ലേ. 60 L2 ആണ്. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് അത് അപ്ലൈ ചെയ്യാം അല്ലേ. നോക്കുക, L1 നമുക്ക് 50 എന്ന് കിട്ടി, 60 L2 മൈനസ് 50 /30 അല്ലേ. മീഡിയൻ ഫ്രീക്വൻസി അല്ലേ, മീഡിയൻ ക്ലാസ്സിൻ്റെ മീഡിയൻ ഫ്രീക്വൻസി 30 ഇൻറ്റു 120 മൈനസ് 95 അല്ലേ. 120 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം m ആണ്. 95 എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലേ, 95. അപ്പോൾ അത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 58.33 എന്നുള്ള ആ ഒരു മാർക്ക് ലഭിക്കും അല്ലേ. ഇതാണ് മീഡിയൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മോർ ദാൻ നമ്മൾ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ കൈ കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് മിഡ് വാല്യൂ ആണോ അല്ലെങ്കിൽ മാർക്സ് മോർ ദാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ലെസ് ദാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം അല്ലേ, എങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് കണ്ടിന്യൂസ് സീരീസിൽ മീഡിയം കണ്ടുപിടിക്കുന്നതിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് മീഡിയം കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ലെസ് ദാൻ ക്യുമുലേറ്റീവ് സീരീസിലെ ലെസ് ദാൻ വാല്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലോ, ഇപ്പോൾ മാർക്സ് ബിലോ എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ മാർക്സ് ബിലോ എന്നാണ്, അതായത് 10-ൽ താഴെ മാർക്ക് കിട്ടിയ കുട്ടികൾ, 10ഉം ഒപ്പം തന്നെ 10-ൽ താഴെ മാർക്ക് കിട്ടിയ കുട്ടികൾ എത്രയുണ്ട്? 20 പേരാണുള്ളത്. 20-ൽ താഴെ മാർക്ക് കിട്ടിയ കുട്ടികൾ 44 ഉണ്ട്. 30-ൽ താഴെ മാർക്ക് കിട്ടിയവർ 76 ഉണ്ട്. 40-ൽ താഴെ മാർക്ക് കിട്ടിയവർ മൊത്തം 104 ഉണ്ട്. അങ്ങനെ 90-ൽ താഴെ മാർക്ക് കിട്ടിയവർ മൊത്തം 200 ഉണ്ട് അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലെസ് ദാൻ മാർക്കാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ 0 to 10 ആദ്യത്തെ ക്ലാസ് ഇൻ്റർവൽ ആക്കാം അല്ലേ, 0 to 10, പിന്നെ 10 to 20. അപ്പോൾ അങ്ങനെ ക്ലാസ് ഇൻ്റർവൽ നമുക്ക് എഴുതി പോകാം. അതിനുശേഷം 0 മുതൽ 10 വരെ മാർക്ക് കിട്ടിയ എത്ര കുട്ടികളായിരിക്കും ഉണ്ടായിരിക്കുക? 10-ൽ താഴെ മാർക്ക് കിട്ടിയ ആൾ 20 എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 0 മുതൽ 10 വരെ മാർക്ക് കിട്ടിയ എത്ര ഉണ്ടായിരിക്കുക? 20 തന്നെയാണല്ലേ. ഇനി നമുക്ക് അടുത്തത് 10-നും 20-നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയാണെങ്കിലോ 44 - 20 അല്ലേ. അതായത് നമുക്ക് ലെസ് ദാൻ എന്ന് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കുറച്ച് പോകണം അല്ലേ. ഇപ്പോൾ 44-ൽ നിന്ന് 20 കുറയ്ക്കുക, 76-ൽ നിന്ന് 44 കുറയ്ക്കുക, 104-ൽ നിന്ന് 76 കുറയ്ക്കുക. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ഫ്രീക്വൻസി നമുക്ക് ലഭിക്കുന്നതാണ്. 44 - 20. നമ്മൾ മോർ ദാനിലാകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കുറച്ചാണ് പോയതല്ലേ. ഇവിടെ ആകുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് കുറയ്ക്കേണ്ടതെന്ന് ഓർത്തിരിക്കുക, ലെസ് ദാൻ വാല്യൂ ആണെങ്കിൽ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മളതിൻ്റെ ഈ ഒരു ഫ്രീക്വൻസിയുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുന്നു. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നു. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചതിന് ശേഷം n/2 ചെയ്യണം അല്ലേ. n എത്രയായിരുന്നു? 200 ആയിരുന്നു. n/2 200 / 2 100 കിട്ടും. 100ാമത്തെ ഐറ്റം എത്രയാണ് വന്നിരിക്കുന്നത്? 104 എന്നാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 104 അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീഡിയം ക്ലാസ് 30 40 ആണല്ലേ. 30 40. അപ്പോൾ L1ഉം L2 നമുക്ക് ലഭിച്ചു. L1ഉം L2 ലഭിച്ചു. അത് നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. ഇവിടെ ഫ്രീക്വൻസി മീഡിയം ക്ലാസിൻ്റെ ഫ്രീക്വൻസി 28 ആണ്. മീഡിയം ക്ലാസ്സിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി CF അല്ലെങ്കിൽ C എന്ന് പറയുന്നത് 76 ആണ് അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങൾ, ഇതാണ് മീഡിയൻ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി F. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി അല്ലേ. മീഡിയൻ = L1 + L2 - L1 / F × M - C അല്ലേ. അപ്പോൾ അങ്ങനെ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 30 + 40 - 30 / 28 × 100 - 76 അല്ലേ, അത് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് 38.57 എന്നായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. 38.57. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ലെസ് ദാൻ സീരീസിൽ ലെസ് ദാൻ വാല്യൂവിൽ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് ലെസ് ദാൻ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി, ഇതൊക്കെ ഈ പ്രോബ്ലം എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് മീഡിയം കണ്ടുപിടിക്കാനുള്ള ഇത്തരം പ്രോബ്ലംസൊക്കെ നിങ്ങൾ ഹോംവർക്കായിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ വാല്യൂ ലെസ് ദാൻ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഐറ്റം കൊടുത്തിട്ടുണ്ട്. വാല്യൂ മോർ ദാൻ എന്ന് പറഞ്ഞ ഐറ്റം കൊടുത്തിട്ടുണ്ട്. മിഡ് വാല്യൂ വെച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു പ്രോബ്ലംസൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നതിൽ ലെസ് ദാൻ വാല്യൂവിൽ 10-ൽ താഴെ 4 പേര് അല്ലേ, 0 to 10 4. പിന്നെ നമുക്ക് 10 to 20 എത്ര കണ്ടുപിടിക്കണം? 16 - 4 അങ്ങനെ കണ്ടുപിടിക്കണം. ഇനി ഇവിടെ ലെസ് ദാൻ 80 80ക്ക് താഴെ 125 ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. ഇനി മോർ ദാൻ വാല്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോർ ദാൻ വാല്യൂ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് എബോവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് 0ക്ക് മുകളിൽ 0 മുതൽ 10 വരെ എത്രയാണെന്നുള്ളത് 650 - 500 അങ്ങനെ കുറച്ച് കണ്ടുപിടിക്കുക. 10 to 20 വരെ 500 - 425 അങ്ങനെ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് 70-ന് മുകളിൽ 100 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കണം? 70-ന് മുകളിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് 70 80 അതായിരിക്കണം ക്ലാസ് ഇൻ്റർവൽ കേട്ടോ. 70 80 അതായിരിക്കണം ക്ലാസ് ഇൻ്റർവൽ വരേണ്ടത്. പിന്നെ നമുക്കതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 100 - 0 അല്ലെങ്കിൽ 100 തന്നെയാണല്ലേ. 100 തന്നെയാണ് വരുന്നത്. കാരണം ഇവിടെ വരെ നമ്മൾ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 550 എന്നൊക്കെ ആയിരിക്കും വരുന്നത്. 550-ഉം 650 വ്യത്യാസം അല്ലേ. ലാസ്റ്റ് എത്രയാണ് ബാക്കിയുള്ളത്? 100 ബാക്കിയുള്ളത്. അപ്പോൾ 100 കൂടെ ഫ്രീക്വൻസി ആയിട്ട് എഴുതിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടി, എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ആ രീതിയിലൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഓക്കെ.